ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ താൻ 3 ദുരൂഹ സംഭവങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. തനിക്കെതിരെ UN-ൽ ഗൂഢാലോചന നടന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അമേരിക്കയുടെ സീക്രട്ട് സർവീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ട്രംപിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് എന്നാണ് UN അധികൃതരുടെ വിശദീകരണം. All I got from the United Nations was an escalator that on the way up stopped right in the middle. If the First Lady wasn't in great shape, she would have fallen. But she's in great shape. We're both in good shape. We both stood. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ താൻ ഒന്നിനു പിറകെ ഒന്നൊന്നായി 3 ദുരൂഹ സംഭവങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. UN-ൽ തനിക്ക് നേരെ അട്ടിമറി ശ്രമം നടന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. UN-ൽ പ്രസംഗിക്കാനെത്തിയ മറ്റൊരു രാഷ്ട്ര നേതാവും നേരിടാത്ത പ്രതിസന്ധികൾ തനിക്ക് മാത്രം എങ്ങനെയുണ്ടായി എന്നാണ് ട്രംപിന്റെ ചോദ്യം. ഗൂഢാലോചന നടന്നുവെന്നും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ട്രംപ് UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. സുരക്ഷാ ക്യാമറകളിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന് നേരെ UN ആസ്ഥാനത്ത് അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ എന്നറിയാൻ US അന്വേഷണ ഏജൻസിയായ സീക്രട്ട് സർവീസിന്റെ ഭാഗത്തു നിന്നും നീക്കം ആരംഭിച്ചു. ഒന്നാമത്തെ സംഭവം നടക്കുന്നത് എസ്കലേറ്ററിൽ വെച്ചായിരുന്നു. ഭാര്യ മെലാനിയോടൊപ്പം എസ്കലേറ്ററിൽ കയറിയ ഉടനെ അതിന്റെ പ്രവർത്തനം നിലച്ചു. അതിന്റെ ആഘാതത്തിൽ താനും ഭാര്യയും സ്റ്റീൽ പടികളുടെ കൂർത്ത അഗ്രഭാഗത്ത് മുഖമിടിച്ച് വീഴാതെ രക്ഷപ്പെടുകയായിരുന്നു. ഹാൻഡ് റെയിലിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് മാത്രമാണ് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത്. താൻ കയറുന്നതിന് മുൻപോ അതിനുശേഷമോ എസ്കലേറ്ററിന് കുഴപ്പമുണ്ടായില്ലെന്നും ട്രംപ് പറയുന്നു. എസ്കലേറ്റർ UN ജീവനക്കാർ എന്തിന് പെട്ടെന്ന് നിർത്തി എന്നാണ് ട്രംപിന്റെ ചോദ്യം. These are the 2 things I got from the United Nations: a bad escalator and a bad teleprompter. You walk on terrazzo. Do you notice that? As far as I'm concerned, frankly, looking at the building and getting stuck on the escalator, they still haven't finished the job. എസ്കലേറ്റർ ഓഫാക്കിയതിനെ പറ്റി UN ജീവനക്കാർ തമാശ പറഞ്ഞതിനെക്കുറിച്ച് ലണ്ടൻ ടൈംസിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അട്ടിമറി ആരോപണം ട്രംപ് ഉന്നയിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രംപ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അട്ടിമറി ശ്രമം പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പോഡിയത്തിലെത്തിയപ്പോഴാണ്. ആദ്യത്തെ 15 മിനിറ്റോളം ടെലിപ്രോംപ്റ്റർ പ്രവർത്തിക്കാതിരുന്നത് തന്നെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ട്രംപ് പറയുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ടിവിയിലും പ്രധാന ലോക നേതാക്കൾ നേരിട്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കവെയാണ് ഈ ദുരനുഭവം നേരിട്ടത്. പിന്നീട് ടെലിപ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ തന്നെ ട്രംപ് തന്റെ പ്രസംഗം മുഴുപ്പിച്ചു. പ്രസംഗിക്കുമ്പോൾ സഭയ്ക്കുള്ളിലെ സൗണ്ട് സിസ്റ്റം പൂർണ്ണമായും ഓഫാക്കിയെന്നാണ് ട്രംപിന്റെ 3ാമത്തെ ആരോപണം. പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് താൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്ന് ട്രംപ് പറഞ്ഞു. 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം അവസാനിച്ച് നേരെ മുന്നിലിരുന്ന ഭാര്യ മെലാനിയോട് പ്രസംഗം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സംസാരിച്ച ഒരു വാക്ക് പോലും കേട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. സദസ്സിലിരുന്ന ലോക നേതാക്കൾക്ക് ഒരു കാര്യവും നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. അവർ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചെവിയിൽ ഘടിപ്പിച്ച ഇന്റർപ്രറ്റർ ഉപകരണത്തിലൂടെ ആയിരിക്കാമെന്നും ട്രംപ് പറയുന്നു. തനിക്ക് മാത്രം നേരിട്ട ഈ സാഹചര്യങ്ങൾ ആകസ്മികമല്ലെന്നും അതിന്റെ പേരിൽ ഐക്യരാഷ്ട്ര സംഘടന ലജ്ജിക്കണമെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. സ്വന്തം ജോലി മര്യാദയ്ക്ക് ചെയ്യാത്ത UN-ൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച UN അധികാരികൾ എസ്കലേറ്റർ നിൽക്കാനുള്ള കാരണം വിശദീകരിച്ചു. ട്രംപിനൊപ്പമുണ്ടായിരുന്ന അമേരിക്കൻ വീഡിയോഗ്രാഫർ പിന്നോട്ട് തിരിഞ്ഞ് എസ്കലേറ്ററിൽ കയറിയപ്പോൾ അബദ്ധത്തിൽ സ്വിച്ചിൽ അമർത്തിയതാണ് പ്രവർത്തനം നിലച്ചുവെന്നാണ് UN-ന്റെ വിശദീകരണം. എന്തായാലും എസ്കലേറ്റർ പെട്ടെന്ന് നിലച്ചുപോയതിന്റെ കാരണത്തെക്കുറിച്ച് UN അന്വേഷണം ആരംഭിച്ചു. ടെലിപ്രോംപ്റ്റർ പ്രവർത്തിപ്പിച്ചത് UN ജീവനക്കാരല്ല, ട്രംപിന്റെ സംഘത്തിൽപ്പെട്ടവർ നേരിട്ടാണെന്നും പ്രസംഗം കേൾക്കുന്ന ഇയർപീസുകളിലെ തകരാറിനെക്കുറിച്ച് വ്യക്തതയില്ലെന്നും UN ഉദ്യോഗസ്ഥർ പറഞ്ഞു.